അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന് വേണ്ടി 10 ലക്ഷം ചെലവാക്കിയിട്ടും കുഞ്ഞ് നടക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കുഞ്ഞിന്റെ ഉമ്മയോട് ഇൻഷാ അള്ളാ, കുഞ്ഞിന്റെ ഉമ്മയോട് ഇൻഷാ അള്ളാ എന്താണ് പറയാൻ പോകുന്നതെന്ന് കേട്ടോ. ആ കുഞ്ഞ് നടന്നിരിക്കും എന്ന് പറയുകയും, കുഞ്ഞ് നടന്നിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നടന്നു കഴിഞ്ഞാൽ ഇന്നിടത്തേക്ക് കുഞ്ഞിനെ കൊണ്ടുവരണം എന്ന് പറയുകയും ചെയ്തു. ഇനി നടന്നു കഴിഞ്ഞാൽ ഇന്നിടത്തേക്ക് കൊണ്ടുവരണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനിയോ, ആ കുഞ്ഞു നടന്നു എന്ന് പറഞ്ഞ സന്തോഷ വാർത്ത മൊബൈലിലേക്ക് വോയിസ് ആയിട്ട് വരുമ്പോൾ സത്യത്തിൽ തരിച്ചുപോയി. എന്തിനാണ് ഇദ്ദേഹം തരിച്ചത്? ഒരു കുട്ടി നടക്കുന്നില്ല, ആ കുട്ടി നടന്നിരിക്കും എന്ന് പറഞ്ഞപ്പോൾ നടന്നു എന്നുള്ള വാർത്ത വരുമ്പോൾ ഇയാൾ ഞെട്ടേണ്ട ആവശ്യം, ഇയാൾക്ക് നേരത്തെ അറിയാമല്ലോ കുട്ടി നടന്നിരിക്കും. അയാൾ അങ്ങനെ തന്നെയല്ല പറഞ്ഞത്. ആ കുഞ്ഞ് നടന്നിരിക്കും എന്ന് പറയുകയും, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, നടന്നിരിക്കും. പിന്നെ ഇയാൾ ഞെട്ടേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഞെട്ടലിനൊരു കാരണമുണ്ട്. യാക്കൗമിനെ ഞെട്ടിക്കണമല്ലോ, അതിനുവേണ്ടി ഞെട്ടിയതാണ്. കാരണം അത്ഭുതങ്ങളുടെ കലവറയാണ് ഇസ്ലാം. ഇസ്ലാം അത്ഭുതങ്ങളുടെ കലവറയൊക്കെ തന്നെയാണ്. പക്ഷേ ഈ പച്ചശാളോ, പ്രത്യേകിച്ചും അത് സ്വാലിഹീങ്ങളായ ജിന്നുമായി ബന്ധപ്പെട്ട വിഷയമാകുമ്പോൾ പിന്നെ പറയേണ്ടതില്ലല്ലോ. പറയേണ്ടതില്ലല്ലോ, വല്ലാത്ത സംഭവം തന്നെയാണ്. സ്വാലിഹീങ്ങളായ ജിന്നുകളൊക്കെ ആയിട്ടാണ് ഇസ്ലാം ഭയങ്കര സംഭവമാണ് എന്ന് പറയാൻ വേണ്ടി ഈ ചങ്ങാതി വന്നിട്ടുള്ളത്. എന്നാലോ ചങ്ങാതി വളരെ ഉഷാറായി, ഇപ്പം വലിയ രീതിയിൽ ആളുകളൊക്കെ വരുന്ന ഒരു വലിയ മജ്ലിസായി മാറിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അതും ഇന്നിവിടെ സംഭവിച്ചു. അങ്ങനെ നടക്കാത്ത കുട്ടി നടക്കുക, ക്യാൻസർ ബാധിച്ച രോഗികളുടെ അവരുടെ സ്റ്റേജുകൾക്ക് വ്യത്യാസം വരിക, നടക്കാത്ത കുട്ടി നടക്കുക, അതുപോലെ തന്നെ ക്യാൻസർ രോഗികളുടെ സ്റ്റേജുകൾക്ക് വ്യത്യാസം വരിക. പിന്നെയോ, കേരളത്തിന്റെ അകത്തും പുറത്തു നിന്ന് ഇന്നലെ രാത്രി മുതൽ ഒഴുകിയെത്തിയ ജനബാഹുല്യം, അവരുടെ പ്രശ്നങ്ങൾ സ്പോട്ടിൽ ഇവിടെ നടന്ന് സന്തോഷിച്ച്, വയറുവേദന എടുത്ത സ്ത്രീയുടെ അവർക്ക് കുടിക്കാൻ കൊടുത്ത വെള്ളം 2-3 മിനിറ്റ് കൊണ്ട് വേദന മാറി എന്ന് പറഞ്ഞത് കേട്ടത് ഞാൻ മാത്രമല്ലല്ലോ, ആയിരക്കണക്കിന് ജനങ്ങളല്ലേ. ആയിരക്കണക്കിന് ജനങ്ങളാണ് കേട്ടത്. ഞെട്ടിയോ? ഒന്ന് ഞെട്ട് നിങ്ങൾ. നടക്കാത്ത കുട്ടി നടന്നപ്പോൾ ഇയാള് ഞെട്ടിയില്ലേ? പിന്നെ നിങ്ങൾക്ക് എന്താ ഞെട്ടുന്നതിന്? സമസ്തക്കാരെ ഒന്ന് ഞെട്ടിയോ? സ്വാലിഹായ ജിന്നുകളൊക്കെയുള്ള ആ മജ്ലിസിൽ വയറുവേദന അനുഭവിക്കുന്ന സ്ത്രീക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തപ്പോൾ ആ വെള്ളം കുടിച്ച ഉടനെ തന്നെ ആ സ്ത്രീ പറയുകയാണ്, എന്റെ വയറുവേദനയൊക്കെ മാറിയിട്ടുണ്ട് എന്ന്. അത് ഈ പച്ചശാളിട്ട കുരിപ്പ് മാത്രമല്ല കേട്ടത്, അവിടെ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് വരുന്ന വിശ്വാസികൾ, ഭക്തന്മാരൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ സ്ത്രീ മൈക്കിലൂടെയാണോ വിളിച്ചു പറഞ്ഞത്? അലറി നിലവിളിച്ചു പറഞ്ഞാലും ആയിരക്കണക്കിന് ആളുകളൊക്കെ ഒറ്റയടിക്ക് കേൾക്കുക എന്നൊക്കെ പറയുമ്പോൾ തലയിക്കെട്ടാരാ ടെക്നോളജി. നിങ്ങളതില് ടെക്നോളജി നിങ്ങളെ കൂടെ നിൽക്കും. അവന്റെ കേട്ടില്ലേ? ഈ രീതിയിലാണ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. ഇപ്പോൾ പല നാടുകളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകൾ ഇയാളുടെ മജ്ലിസിലേക്ക് വരുന്നു എന്നാ പറയുന്നത്. പാവപ്പെട്ട ആളുകൾ, ഇവനൊക്കെ സത്യസന്ധനാണ്, തങ്ങളാണ് എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണയിൽ പണം അയച്ചു കൊടുക്കുകയാണല്ലോ. ആര് ചോദിക്കാൻ, ആര് പറയാൻ? പുരോഹിതന്മാർക്ക് തടയാൻ പറ്റുമോ? തടഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഇവർക്കെതിരെ അവൻ തിരിയും. കാരണം ഇത് നമുക്ക് തന്നെ പാരയാകും എന്ന് ചിന്തിക്കാതെ സോഷ്യൽ മീഡിയ വന്ന് കയറുന്നതാണ് പലർക്കും കിട്ടുന്ന പണികൾ. അതിന് ഒന്നിനെ കുറ്റം പറഞ്ഞതിന് മുമ്പ് ഇത് എന്നിലുണ്ടോ, എൻ്റെ സമുദായത്തിലുണ്ടോ, എൻ്റെ സമൂഹത്തിലുണ്ടോ, എൻ്റെ സംഘടനയിലുണ്ടോ എന്നൊക്കെ ആദ്യം ഒന്ന് പഠിക്കണം. ഇല്ലെങ്കിൽ അത് തന്നെ നമുക്ക് പാരയായി മാറും. ഇവർക്കെതിരെ അവൻ തിരിയും. പിന്നെയോ, എലനക്കിപ്പട്ടിയുടെ ചിറിനക്കികൾ എന്ന പോലെ പുരോഹിതന്മാരിൽ പലരും ഇവന്റെയൊക്കെ അടുക്കളയിൽ നിരങ്ങുകയാണ്. ഇവന്റെ കൂടെ കൂടിയിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ഇവൻ കൊടുക്കുന്ന നക്കാപ്പിച്ചക്ക് വേണ്ടി. വേറെ എന്തിനാണ്? അധ്വാനിച്ച് ജീവിക്കാൻ പറ്റില്ലല്ലോ. മതം വിറ്റ് ജീവിക്കുക എന്നുള്ളത് തന്നെ ഒരു ജീവിത മാർഗമായി കൊണ്ട് നടക്കുന്നത് കൊണ്ട് പുരോഹിതന്മാർക്ക് യഥാർത്ഥ ദീൻ എന്താണെന്ന് സമൂഹത്തെ പഠിപ്പിക്കാൻ താല്പര്യമില്ല. അവരവരുടെ വരുമാന മാർഗമായിട്ടാണ് മതത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ബടക്ക് വന്നിട്ടും ഒരു പച്ച ഷാളും കെട്ടി ഒരു മജ്ലിസ് ഉണ്ടാക്കി, എന്നിട്ട് അതിന് കുറെ മഹത്വവും പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അവന്റെ പിന്നാലെയും പുരോഹിതന്മാരുണ്ട് എന്നുള്ളതാണ് നൂറെ ഹബീബി നാട്ടക്കോയയിലൂടെ നമ്മൾ കണ്ടത്. അല്ലാഹുവിന്റെ റസൂലിനെ മർഹബ, ആമിന ബിവിന്റെ മുത്തി വൈലാദു ഹാദറ ബിവി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ. ഈ ഒരു അവസ്ഥ തുടരുകയാണ്. പല മുസ്ലിയാക്കന്മാരും ഇത്തരം ആളുകൾ വന്ന സമയത്ത് അവരുടെ മഹത്വം പറയാൻ വേണ്ടി ഒരു മടിയുമില്ലാതെ രംഗത്ത് വന്നു. കാന്തപുരത്തിന്റെ മഹത്വം പറയാൻ വേണ്ടി, കാന്തപുരത്തിന്റെ കറാമത്ത് പറയാൻ വേണ്ടി പുരോഹിതന്മാർ ഇറങ്ങിയില്ലേ? ബായാർ തങ്ങളുടെ കറാമത്ത് പറയാൻ വേണ്ടി പ്രത്യേക ടീമുകളില്ലേ? അതുപോലെ തന്നെ സലാത്ത് നഗറിന്റെ മഹത്വം പറയാൻ വേണ്ടി പ്രത്യേകം ടീമുകളില്ലേ? അറിവിന്നിലാവിന്റെയും മദനിയം സലാത്തിന്റെയും മഹത്വം പറയാൻ ആളുകളില്ലേ? എന്നതുപോലെ തന്നെയാണ് നൂറെ ഹബീബിയുടെയും കാര്യം. എന്നതുപോലെ തന്നെയാണ് പച്ചശാളും ഇട്ടുകൊണ്ട് ഈ സ്വാലിഹായ ജിന്നി എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുരുപ്പും ഈ പരിപാടിക്ക് ഇറങ്ങിയത്. ഏത് അണ്ടനെയും അടകോടനെയും വിശ്വസിക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു വിഭാഗം
മുസ്ലിം സമുദായത്തിൽ ഉണ്ട് എന്നുള്ള കൃത്യമായ ധാരണയുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചില വിദ്വാൻമാർ ഒരു വലിയ തലയിക്കെട്ടും കെട്ടി പച്ച ഷാളുമിട്ട് വലിയ നീളക്കുപ്പായവും ഇട്ട് കയ്യിലൊരു മോതിരവും ഒക്കെ ധരിച്ച് സഞ്ചരിക്കുന്ന റെഡിമെയ്ഡ് ഷോപ്പ് പോലെ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇറങ്ങി പുറപ്പെടുകയും ഇവനൊരു മജ്ലിസ് ഉണ്ടാക്കുകയും അതിന്റെ മഹത്വം പറയുകയും അതിലേക്ക് ആളുകളെ കൊണ്ടുപോവുകയും അങ്ങനെ ആളുകളെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്നത് ഇത് നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണല്ലോ. അതിൽ ചിലപ്പോൾ ചില ബീവിമാരും രംഗത്ത് വരുന്നുണ്ട്, ബാവമാർ മാത്രമല്ല. ഇങ്ങനെ കേരളക്കരയിൽ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത് കേരളക്കരയിൽ ഈ ആത്മീയ ചൂഷണത്തിന് നേരെയും നടത്തി കഴിഞ്ഞാൽ നിരവധി അനവധി ആളുകൾ പിടിക്കപ്പെടും. കോടികളാണ് ഇവരുടെയൊക്കെ ആസ്തി. പാവപ്പെട്ടവൻ രാപ്പകലില്ലാതെ അധ്വാനിച്ചുണ്ടാക്കിയ പണം അത് ചൂഷണം ചെയ്തുകൊണ്ടാണ് ഈ പുരോഹിത വർഗം സമൂഹത്തിന്റെ മുന്നിൽ വിലസുന്നത്. ഇവനെയൊക്കെ ഇത്രമാത്രം ധൈര്യം എവിടെ നിന്ന് കിട്ടി? ഈ പുരോഹിത വർഗം തന്നെയാണ് ഇതിനൊക്കെ ഉത്തരവാദികൾ. യഥാർത്ഥ ദീൻ എന്താണെന്ന് സമൂഹത്തെ പഠിപ്പിക്കുന്നതിന് പകരം, അള്ളാഹുവിന്റെ വഹദാനിയത്ത് പഠിപ്പിക്കുന്നതിന് പകരം, പ്രവാചകന്റെ റിസാലത്ത് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം, സഹാബാക്കൾ മനസ്സിലാക്കിയ രീതി പറഞ്ഞു കൊടുക്കുന്നതിന് പകരം, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ സമൂഹത്തെ പഠിപ്പിച്ച ആ ഒരു രീതിയിൽ പഠിപ്പിക്കുന്നതിന് പകരം ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരുടെയും മുനമ്പത്ത് ബീവിയുടെയും ഉള്ളാളം കുഞ്ഞിക്കോയ തങ്ങളുടെയും അങ്ങനെ തുടങ്ങി കേരളത്തിന്റെ അങ്ങേത്തല മുതൽ ഇങ്ങേത്തല വരെയുള്ള പല മഹാന്മാരാണെന്നൊക്കെ പറയപ്പെടുന്ന ആളുകളുടെ മഹത്വവും കറാമത്തും അങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞ് ജാറ വ്യവസായ കേന്ദ്രങ്ങളിലേക്ക് സമൂഹത്തെ കൊണ്ടുപോയി ഷിർക്കിലേക്കും കുഫറിലേക്കും സമൂഹത്തെ തള്ളിവിട്ട് പുരോഹിതന്മാർ അവരുടെ ഉദരപൂരണം നടത്തുക എന്നുള്ള ലക്ഷ്യം മാത്രം വെച്ചത് കൊണ്ടാണ് ഈ സമൂഹം ഇങ്ങനെയായി തീരാൻ വേണ്ടി കാരണം. അണ്ട ചട്ടനും പൊട്ടനും ഒക്കെ കയറി നിരങ്ങാൻ വേണ്ടി കാരണം. മുജാഹിദുകൾ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, പ്രമാണങ്ങളിൽ ഉള്ള ഒരു കാര്യം, അത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ നമ്മൾ കേട്ടല്ലോ, നമുക്ക് രോഗം വന്നാൽ രോഗം മാറ്റുന്നവൻ ആരാണ്? അള്ളാഹു ആണ് എന്ന്. അള്ളാഹുവാണ്, കൊടുക്കുന്നവൻ അള്ളാഹുവാണ്, തടയുന്നവൻ അള്ളാഹുവാണ്. അപ്പോൾ ഏതെങ്കിലും ഒരാൾ ബദരീങ്ങളെ എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ രോഗം സുഖപ്പെടുത്താൻ ബദരീങ്ങൾക്ക് കഴിയൂലല്ലോ. രോഗം സുഖപ്പെടുത്തുന്നവൻ അല്ലാഹു ആണല്ലോ. വൈദാ മരിത്തു ഫഹുവ യശ്ഫീൻ, രോഗമായാൽ സുഖപ്പെടുത്തുന്നവൻ അല്ലാഹുവാണെന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചില്ലേ? നമ്മൾക്ക് റസൂലുള്ളാഹി തന്നെ പഠിപ്പിച്ചില്ലേ? അല്ലാഹുമ്മ ഇന്നക അന്തശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക്, അല്ലാഹുവേ നീ മാത്രമാണ് രോഗം സുഖപ്പെടുത്തുന്നവൻ, നീയല്ലാതെ രോഗം സുഖപ്പെടുത്തുന്നവനില്ല. അതിന് അദ്ദേഹം ഖുർആനിലെ ആയത്തും പ്രവാചകന്റെ ഹദീസും ഒക്കെയാണല്ലോ ഉദ്ധരിച്ചത്. എന്നാൽ പുരോഹിതവർഗം സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ചത് എന്താണ്? ഈ കാലം അത്രയും അതേ AP സമസ്ത എന്ന് പറയുന്ന ആ കൂടാരത്തിൽ നിന്നുള്ള ഒരു മുസ്ലിയാരുടെ സംസാരം കേൾക്കാം. ഷെയ്ഖുന മതി ഇൻഷാ അല്ലാഹ്. നമുക്ക് നമ്മളെല്ലാ കാര്യം വന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് പറഞ്ഞാൽ അതവിടെ ഫത്ഹാകാതിരിക്കുകയില്ല. എന്ത് കാര്യമായാലും വേണ്ടിയില്ല, സാമ്പത്തികമായാലും വേണ്ടിയില്ല, ശാരീരികമായാലും വേണ്ടിയില്ല, മാനസികമായാലും വേണ്ടിയില്ല, എന്ത് കാര്യവും ഇവിടെ വന്ന് പറഞ്ഞാൽ ഫത്ഹാകും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. എത്ര 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 അനുഭവങ്ങൾ ഇയാൾക്ക് ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നാ പറയുന്നത്. എന്ത് കാര്യത്തിനും എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും മഹാന്മാരെ വിളിക്കാൻ വേണ്ടിയാണ് പഠിപ്പിക്കുന്നത്. ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നാ പറയുന്നത്. ഇയാളെ പോലെയുള്ള ആളുകളുടെ വായ്നാറ്റം തന്നെയാണ് സമൂഹം ഈ കോലത്തിലാകാൻ വേണ്ടി കാരണം. എന്താ കാരണം? ഇവൻ പറയുന്ന കളവിന്റെ നാറ്റം കൊണ്ട് അവന്റെ അടുക്കലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ പോലും അടുത്തു വരൂല. ഏത് അണ്ടനും അടകോടനവും ഒക്കെ ഷെയ്ഖായി വന്ന് സമൂഹത്തെ വഞ്ചിക്കുന്നത് ഈ ഒരു അവസ്ഥയിലേക്ക് സമൂഹത്തെ പുരോഹിതന്മാർ എത്തിച്ചത് കൊണ്ട് തന്നെയാണ്. സഹോദരങ്ങൾ, ഇതൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ പോലെയുള്ള, വഹാബ് സഖാഫിയെ പോലെയുള്ള പല മുസ്ലിയാക്കന്മാരും പറഞ്ഞത് എന്താണ്? ഞങ്ങൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാറില്ല, അതൊക്കെ മുജാഹിദുകൾ ഞങ്ങളുടെ പേരിൽ വെച്ച് കെട്ടുന്നതാണ്, അതൊക്കെ ഷിർക്കാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. ഇവരുടെ പല മുസ്ലിയാക്കന്മാരും എഴുതി വെച്ച പുസ്തകത്തിൽ പോലും പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോടാവും ആകാമെന്ന് തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ, ആഷിം നഈം എഴുതി വെച്ച വഴിവിരിഞ്ഞു പോയവർക്ക് എന്ത് പറ്റി എന്ന് പറയുന്ന പുസ്തകത്തിൽ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്നത് ഇബ്ലീസിന്റെ പ്രമേയമാണ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോടും ആകാമെന്നാണ് നിങ്ങളുടെ വാദം എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ, ഫതാവ മുഹിയുസുന്ന എന്ന് പറയുന്ന പുസ്തകത്തിൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരോടുള്ള ചോദ്യത്തിന് മറുപടി ആയിക്കൊണ്ട് എന്താ പറഞ്ഞത്? വൈദിശേഖ്യങ്ങളെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ? ആണെങ്കിൽ ഖുർആനിലോ ഹദീസിലോ അതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അനുവദനീയമാണ്. മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കൽ അനുവദനീയമാണ് എന്നാ പറഞ്ഞത്. എന്നിട്ട് സൂറത്തുൽ മാഇദയിലെ ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു എന്ന് തുടങ്ങുന്ന 55-ാമത്തെ ആയത്ത് തെളിവായി കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇതാ മുള്ളൂർക്കര സഖാഫിയും അതേ കാര്യം തന്നെ ഇവരുടെ സ്റ്റേജിൽ നിന്ന് ഇവരുടെ കൗമിനോട് പറഞ്ഞു കൊടുക്കുന്നു. എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? ഒരു ഉസ്താദായ മനുഷ്യനെ പറയുന്നത്, സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞിട്ട് ഞാൻ ഈ മജ്ലിസിൽ പങ്കെടുത്തു. എനിക്കിവിടുത്തെ അദാദിലും കുതുബിയത്തിലും റാത്തീബിലും
അതുപോലെ മഹാന്മാര് മശായിഖന്മാരെ വിളിച്ചുള്ള പ്രാർത്ഥനയിലും എനിക്ക് വലിയ ആശ്വാസം കിട്ടി, എൻ്റെ രോഗം മാറി. അതുപോലെ മഹാന്മാര് മശായിഖന്മാരെ വിളിച്ചുള്ള പ്രാർത്ഥനയിലും എനിക്ക് വലിയ ആശ്വാസം കിട്ടി, എൻ്റെ രോഗം മാറി. ആരോടാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്? നമുക്കെതിരെയാണോ സംസാരിക്കുന്നത്? വിളിച്ചു പ്രാർത്ഥിച്ചു, മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിച്ചു എന്നാ പറയുന്നത്. ക്യാൻസർ രോഗിയുടെ ക്യാൻസർ മാറി എന്നാ പറയുന്നത്. ഇവരുടെ മജ്ലിസിന്റെ മഹത്വമൊക്കെ പറയുന്നുണ്ടല്ലോ. അതൊക്കെ ഇവരുടെ ആളുകളോട് പറഞ്ഞു കൊടുക്കുന്നതാണ്. അതായത് ഇവർക്ക് അങ്ങനെ തന്നെയാണ് വാദം. ഇവർ കളവ് പറയുകയാണ്, നിരന്തരം കളവ് പറയുകയാണ്. ഒരുത്തൻ ഒരു രീതിയിൽ കളവ് പറയുമ്പോൾ മറ്റൊരുത്തൻ വേറൊരു രീതിയിൽ കളവ് പറയുന്നു. കാന്തപുരമായാലും കളവ് പറയുകയാണ്, പേരോടായാലും കളവ് പറയുകയാണ്, ഉള്ളൂർക്കരയായാലും കളവ് പറയുകയാണ്, ബായാർത്ഥങ്ങളായാലും കളവ് പറയുകയാണ്. അതുപോലെയുള്ള പല മുസ്ലിയാക്കന്മാരും സ്റ്റേജിലൂടെയും പേജിലൂടെയും നിരന്തരം കള്ളം പറയുകയാണ്, പച്ചക്കളവുകൾ പറയുകയാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ പേരിലാണ് ഈ കളവുകളൊക്കെ പറയുന്നത്. അത് നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം. സമൂഹത്തെ വഞ്ചിക്കുകയാണ്, ചതിക്കുകയാണ് ഇവർ. ഇവരിൽ നിന്നുള്ള പ്രചോദനവും ധൈര്യവും ആവേശവും ഒക്കെ തന്നെയാണ് പല മുസ്ലിയാക്കന്മാരും ആത്മീയ ചൂഷണം നടത്താൻ വേണ്ടി ഈ രീതിയിൽ പച്ചശാളും കെട്ടി രംഗത്ത് വരുന്നതും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഗൗരവത്തോടെ നാം വിഷയം മനസ്സിലാക്കാൻ ശ്രമിക്കുക. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമേ പാടുള്ളൂ. നമുക്ക് രോഗം വന്നാൽ ശിഫ നൽകേണ്ടവൻ അള്ളാഹുവാണ്. നമ്മുടെ പ്രയാസങ്ങൾ നീക്കിത്തരേണ്ടവൻ അള്ളാഹുവാണ്. ഒരു മഹാനും അതിൽ ഒരു റോളുമില്ല. ഒരു മരിച്ച മഹാനും ഒന്നിലും ഇടപെടില്ല. അത് പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയവുമല്ല. മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുക, സഹായം തേടുക, ഇസ്തിഗാസ നടത്തുക എന്നൊക്കെ പറയുന്നത് ഇസ്ലാം അനുവദിച്ചു തന്ന കാര്യമേ അല്ല. അത് ശിർക്കാണ്, അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. പല വിഷയങ്ങളിലും സമൂഹത്തെ അങ്ങനെ തന്നെയാണ് മുസ്ലിയാക്കന്മാർ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. രോഗം മാറ്റാനുള്ള കഴിവ് മഹാന്മാർക്കുണ്ട് എന്ന് തന്നെയാണ് സമൂഹത്തെ പുരോഹിതന്മാർ പഠിപ്പിച്ചത്. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത് ഇബ്ലീസിന്റെ പ്രമേയമാണെന്ന് പറഞ്ഞു വെച്ചവർ, പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോടും ആകാമെന്ന് സമൂഹത്തെ പഠിപ്പിച്ചവർ, അതിനുവേണ്ടി സംവാദത്തിൽ നിരവധി ആയത്തോതിയിട്ടുണ്ട് എന്ന് ON തരുവിണ എന്ന് പറയുന്ന മുസ്ലിയാരടക്കം എഴുതി വെച്ചിട്ടുണ്ട് എങ്കിൽ, എന്നാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് നമ്മൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നില്ല എന്ന വാദം ഉന്നയിക്കുമ്പോൾ, രോഗം വന്നാൽ രോഗം മാറ്റുക ബദരീങ്ങളല്ല, മഹാന്മാരല്ല, അള്ളാഹു മാത്രമാണ് എന്ന് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നിങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ ഈ കാലം അത്രയും പറഞ്ഞു വെച്ചത് എന്താണ്? നമുക്ക് ഖലീൽ ബുഖാരിയിൽ നിന്ന് ഒന്ന് കേൾക്കാം. രോഗപ്രയാസങ്ങളുമായി വരുമ്പോൾ മരുന്ന് നിർദ്ദേശിക്കാറല്ല, മറിച്ച് അവിടെ നിന്ന് ഒരു വാക്കാണ്, അത് വേണ്ട, അതില്ല, ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വാക്കിന് വലിയ ഫലമാണ്. കേട്ടില്ലേ? ഈ രീതിയിലാണ് സമൂഹത്തെ ഇവർ വഞ്ചിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇത്തരം പുരോഹിതന്മാരുടെ ഫിത്നയിൽ നിന്നും ഷറിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാം കാത്തിരക്ഷിക്കുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.